നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് സജ്ജനില്ലാത്ത പ്രശ്നങ്ങളാ ബാക്കിയുള്ളവർക്ക്. ഇപ്പം ഇതേപ്പറ്റി തന്നോട് ആര് ചോദിച്ചു? അവസാനമായിട്ട് അമ്പിളി ചേച്ചിയുടെ വകയായിരുന്നു ചോദ്യം. ഇനി എല്ലാവരോടും ഇങ്ങനെ മറുപടി പറയാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. സച്ചേട്ടൻ വേഗം റെഡിയാവാ. നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോണം. ഏത് സ്ഥലം? എന്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? അവള് പറഞ്ഞു ഇവിടെ അടുത്ത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെന്ന്. നമുക്കൊന്നു പോയി കാണാൻ സച്ചേട്ടാ. ഇന്ന് തന്നെ പോവാം. എന്തിന്? നമുക്ക് സന്ധ്യ ഡോക്ടർ ഉണ്ടല്ലോ. മാത്രമല്ല ഡോക്ടർ പറഞ്ഞല്ലേ ഒരു കുഴപ്പമില്ലെന്ന്. പറഞ്ഞു. എങ്കിലും സച്ചേട്ടൻ പറയുന്ന പോലെ ഏതൊരു കാര്യത്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടല്ലോ. നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടും ഇനിയും വൈകുന്നത് കൊണ്ട് എനിക്ക് എന്തോ ഒരു ടെൻഷൻ. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവുമെന്ന് കരുതി സന്ധ്യ ഡോക്ടർ നമ്മളോട് പറയാതിരിക്കുന്നതാണെങ്കിലോ? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ട സച്ചേട്ടാ. അപ്പോ സന്ധ്യ ഡോക്ടർ നമ്മളോട് കള്ളം പറഞ്ഞു എന്നാണോ താൻ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയല്ല. നമുക്ക് ഈ ഡോക്ടറെ കൂടി ഒന്ന് കണ്ടുവെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ആളുകള് ഓരോന്നും ഓരോ സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കും. അതോർത്ത് വിഷമിക്കാനും പരിഹാരം കണ്ടുപിടിക്കാനും നമ്മൾ നടന്നാൽ പിന്നെ അതിന് നേരം കാണും. ഗുളികയും മരുന്നൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെന്തിനാ അർച്ചന നമ്മൾ അതിനൊക്കെ പോകുന്നേ? ആളുകൾ ചോദിക്കുന്നതിനപ്പുറം നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ മാസമായില്ലേ സച്ചേട്ടാ? ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോഴും മറ്റുള്ളവര് അവരുടെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് കാണുമ്പോഴും നമ്മുടെ ഉള്ളില് സങ്കടങ്ങൾ വന്ന് നിറയാറില്ലേ? ഇങ്ങനെ എത്ര നാളെന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്? എന്തെങ്കിലും ഒരു അവസാനം വേണ്ട എല്ലാത്തിനും. എങ്കിൽ ശരി, നമുക്ക് പോവാം. പക്ഷേ ഇന്ന് വേണ്ട. നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ പോവാം. ഈ കാര്യത്തിൽ സച്ചേട്ടൻ ഇന്ന് സൗകര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഇത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യം. നമ്മളായിട്ട് ഒരു തരത്തിലും വൈകിപ്പിക്കണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. ഇന്ന് ഞാനും സച്ചേട്ടനും പോവും, ഡോക്ടറെ കാണും, ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. പിന്നെ സന്ധ്യ ഡോക്ടർ തൽക്കാലം ഇത് അറിയണ്ട. ഡോക്ടറിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർക്ക് തോന്നിയാലോ? ഡോക്ടറോടൊന്ന് മാത്രമല്ല, ഇവിടെ ആരോടും ഇത് പറയണ്ട. അഥവാ ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിലും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. സച്ചിൻ എഴുന്നേറ്റ് വേഗം റെഡിയാവുക. അപ്പോഴേക്കും ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്തു തീർക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.